നമസ്കാരം. കേരളത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലറിയാനുള്ള നമ്മുടെ ഇന്നത്തെ യാത്രയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കേരള ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണം ഇതിലെയൊക്കെ ചില പ്രധാന കാര്യങ്ങൾ ചോദ്യോത്തരങ്ങളായിട്ടാണ് നോക്കുന്നത്. അധികം ആമുഖമൊന്നുമില്ല, നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടന്നാലോ? ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരായിരുന്നു? അത് കെ.ആർ. ഗൗരിയമ്മയാണ്. ഗൗരിയമ്മ. അതെ, 1957 ആദ്യത്തെ EMS മന്ത്രിസഭയില്ലേ, അതില് റവന്യൂ എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തത് അവരായിരുന്നു. ഓ, റവന്യൂ എക്സൈസ്. പിന്നെ ഒരു റെക്കോർഡുണ്ട്, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന വനിത. ഏകദേശം ഒരു 53 വർഷത്തോളം. 53 വർഷമോ? അത് ശരിക്കും അസാധാരണം തന്നെ. അവരുടെ ആ ഒരു രാഷ്ട്രീയ ജീവിതം കേരള ചരിത്രത്തിലെ ഒരു പ്രധാന ഏടാണല്ലേ? തീർച്ചയായും. വളരെ ശക്തയായ ഒരു വ്യക്തിത്വമായിരുന്നു. ശരി. അപ്പോ അടുത്തൊരു പ്രധാന രാഷ്ട്രീയ സംഭവത്തിലേക്ക് വരാം. കേരളത്തിൽ ആദ്യമായിട്ട് രാഷ്ട്രപതി ഭരണം വന്ന വർഷം. അതൊരു വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നല്ലോ, അല്ലേ? അതെ. അത് 1959 1959. അതെ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള EMS മന്ത്രിസഭയെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു. ഓ. അങ്ങനെയാണ് ആദ്യമായിട്ട് കേരളത്തില് രാഷ്ട്രപതി ഭരണം വരുന്നത്. ആ വിമോചന സമരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ആ തീരുമാനം. വിമോചന സമരം. ശരിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അതൊരു വലിയ ചർച്ചാവിഷയമായിരുന്നല്ലോ. ആയിരുന്നു. അപ്പോ അങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ കേന്ദ്ര ഇടപെടലുകൾ ഒരുപക്ഷെ കൂടുതൽ സജീവമായതെന്നും പറയാം, അല്ലേ? പറയാം. ഇനി നമുക്ക് വേറൊരു ചരിത്ര സംഭവത്തിലേക്ക് പോകാം. വൈക്കം സത്യാഗ്രഹം. അത് നടന്ന വർഷമേതായിരുന്നു? ഇതിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഇപ്പോഴും ചില തെറ്റിദ്ധാരണകളൊക്കെ ആളുകൾക്കിടയിലുണ്ട്. അത് 1924 തുടങ്ങിയത്. 1924. അതെ, 603 ദിവസം നീണ്ടുനിന്ന ഒരു വലിയ സമരമായിരുന്നു കേട്ടോ. ഓഹോ, 603 ദിവസം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇത് പലരും കരുതുന്ന പോലെ അമ്പലത്തിനകത്ത് കയറാനുള്ളൊരു സമരമായിരുന്നില്ല അതിന്റെ പ്രധാന ലക്ഷ്യം. അല്ലേ? അല്ല. വൈക്കം മഹാദേവ ക്ഷേത്രമില്ലേ, അതിന്റെ ചുറ്റുമുള്ള പൊതുവഴികള്, ആ വഴികളിലൂടെ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയായിരുന്നു പ്രധാനമായും ആ സമരം. ഓ, അപ്പോൾ റോഡിന് വേണ്ടിയായിരുന്നു തുടക്കം, അല്ലാതെ അമ്പലത്തിൽ കയറാനല്ല. അത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതെ, സഞ്ചാര സ്വാതന്ത്ര്യം. അത് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ഒരു നാഴികക്കല്ലാണ് ശരിക്കും. ശരി. നന്ദി. അടുത്തത് മലബാർ കലാപം നടന്ന വർഷം. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള വേറൊരു പ്രധാനപ്പെട്ട ചെറുത്തുനിൽപ്പായിരുന്നല്ലോ അത്. 1921. 1921. അതെ, തിരൂരങ്ങാടിയായിരുന്നു അതിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന്. ഇത് ശരിക്കും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും പിന്നെ അവിടുത്തെ ജന്മിത്വ വ്യവസ്ഥിതിക്കെതിരെയുമുള്ള ഒരു വലിയ കാർഷിക മുന്നേറ്റമായിട്ടാണ് തുടങ്ങിയത്. ഓ, കാർഷിക മുന്നേറ്റം. പക്ഷെ പിന്നീട് അതിന് പല സങ്കീർണമായ മാനങ്ങൾ വന്നു. അതിന്റെ കാരണങ്ങളെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും പല അഭിപ്രായങ്ങളുണ്ട്. ശരിയാണ്. അതിന്റെ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും തർക്കങ്ങൾക്കിടയാക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കടലിലേക്ക് വരാം. കുഞ്ഞാലി മരക്കാർമാർ. അവർ ഏത് ഭരണാധികാരിയുടെ നാവിക മേധാവികളായിരുന്നു? ഇവരെക്കുറിച്ചൊക്കെ അടുത്ത കാലത്ത് സിനിമകളൊക്കെ വന്നിരുന്നല്ലോ. കോഴിക്കോട് സാമൂതിരിയുടെ. അതെ, സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. പ്രത്യേകിച്ച് കുഞ്ഞാലി നാലാമൻ. പോർച്ചുഗീസ് നാവിക ശക്തിക്കെതിരെ ഭയങ്കര ചെറുത്തുനിൽപ്പാണ് നടത്തിയത്. അവരുടെ ആ കപ്പൽ വ്യൂഹത്തിന് കുഞ്ഞാലീസ് ഫ്ലീറ്റ് എന്ന് തന്നെ പേരുണ്ടായിരുന്നു. കുഞ്ഞാലീസ് ഫ്ലീറ്റ്, കൊള്ളാം. അതെ, കേരളത്തിന്റെ തീരദേശ പ്രതിരോധ ചരിത്രത്തിലെ ഒരു ഇതിഹാസമാണവർ. പോർച്ചുഗീസുകാർക്ക് വലിയ തലവേദനയായിരുന്നു അവരല്ലേ? തീർച്ചയായും. ഇതുപോലുള്ള ചരിത്ര വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് താൽപ്പര്യമുണർത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈയൊരു ശ്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ശരിക്കും ഞങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള ഒരു ഊർജം. അപ്പോ അടുത്ത ചോദ്യം, പഴശ്ശിരാജയെ കേരള സിംഹമെന്ന് വിശേഷിപ്പിച്ചതാരാണ്? അത് സർദാർ KM പണിക്കരാണ്. KM പണിക്കർ. അതെ, പ്രമുഖ ചരിത്രകാരനും നയതന്ത്രജ്ഞനുമൊക്കെ ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ കേരള സിംഹം എന്നൊരു ചരിത്ര നോവലുണ്ട്. കേട്ടിട്ടുണ്ട്. അതിലാണ് പഴശ്ശിരാജയെ അങ്ങനെ വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി നടത്തിയ ആ ധീരമായ പോരാട്ടങ്ങളില്ലേ, വയനാടൻ കാടുകളിലെ ഒളിപ്പോര്. അതെ, അതിനെ മാനിച്ചാണ് ആ വിശേഷണം. ഇതും പ്രധാനപ്പെട്ടൊരു സാമൂഹ്യ മുന്നേറ്റമായിരുന്നല്ലോ. അത് 1859 അതിന്റെ ഒരു പാരമ്യത്തിലെത്തിയതെന്ന് പറയാം.
അതിനു മുമ്പും ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ. കേരളം കണ്ട എക്കാലത്തെയും മഹാനായ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളിലേക്ക് വരാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇതാരുടെ വാക്കുകളാണ്? ഇത് ശ്രീനാരായണ ഗുരുവിന്റേതാണ്. ഏറ്റവും പ്രശസ്തമായ അദ്ദേഹത്തിന്റെ ആപ്തവാക്യമാണിത്. മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേരിലൊക്കെ വേർതിരിക്കുന്നതിനെതിരെ അദ്ദേഹം മുന്നോട്ടുവെച്ച ഒരു ഏകത്വ ദർശനമാണിത്. സാമൂഹിക പരിഷ്കരണത്തിനൊപ്പം ആത്മീയമായ ഉന്നമനത്തിനും അദ്ദേഹം ഊന്നൽ കൊടുത്തു. തീർച്ചയായും ഇന്നും ലോകമെമ്പാടും പ്രസക്തമായൊരു സന്ദേശം. അദ്ദേഹത്തിന്റെ ചിന്തകൾ കേരള സമൂഹത്തെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുണ്ട്. മറ്റൊരാൾ, ആത്മവിദ്യാസംഘം. ഇത് സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദ ഗുരു. വാഗ്ഭടാനന്ദൻ. അതെ, അദ്ദേഹവും ഒരു സാമൂഹിക പരിഷ്കർത്താവും ആത്മീയ നേതാവുമായിരുന്നു. ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടാനും പിന്നെ യുക്തിചിന്തയും ആത്മീയതയും വളർത്താനും വേണ്ടിയാണ് അദ്ദേഹം ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ഓക്കെ. അഭിനവ കേരളം എന്നൊരു മാസികയും അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിരുന്നു. അതിന്റെ മുഖപത്രമായിരുന്നു അത്. അഭിനവ കേരളം, ഓർത്തിരിക്കേണ്ട പേരാണത്. ഇനി സാഹിത്യത്തിലേക്കൊന്നു പോകാം. മഹാകവി കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ആശാന്റെ കവിതകൾക്കൊരു സാമൂഹിക മാറ്റത്തിന്റെ സ്വരമുണ്ടായിരുന്നു, അല്ലേ? അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. മുണ്ടശ്ശേരി. അതെ, പ്രമുഖ സാഹിത്യ വിമർശകനായിരുന്നു. പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെയായി. ആശാന്റെ ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി തുടങ്ങിയ കവിതകളില്ലേ? ഉണ്ട്. അതിലൊക്കെ ശക്തമായ സാമൂഹിക വിമർശനം കാണാം. ജാതീയമായ വേർതിരിവുകൾക്കെതിരെയുള്ള പ്രതിഷേധം. അതിനെ മാനിച്ചാണ് മുണ്ടശ്ശേരി ആ ഒരു വിശേഷണം നൽകിയത്. കവിതയെ സാമൂഹിക മാറ്റത്തിനുള്ള ഒരു ആയുധമാക്കിയ കവി. നമ്മളീ പങ്കുവെക്കുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അറിവ് പങ്കുവെക്കുമ്പോഴാണല്ലോ അത് കൂടുന്നത്. അപ്പോ അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ദിവാൻ ആരായിരുന്നു? അവിടെ ഒരു കാര്യമുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് രാമയ്യൻ ദളവ ആയിരുന്നു പ്രമുഖനായ ദളവ. രാമയ്യൻ ദളവ. അതെ. എന്നാൽ ദിവാൻ എന്ന പദവി കൂടുതൽ പ്രബലമായപ്പോൾ രാജാ കേശവദാസനെ 1789 മുതൽ 1798 വരെ ആദ്യത്തെ പ്രധാന ദിവാനായും ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പികളിൽ ഒരാളായും കണക്കാക്കാറുണ്ട്. രാജാ കേശവദാസ്. അതെ. ആലപ്പുഴ പട്ടണം, പിന്നെ അവിടുത്തെ തുറമുഖം, അതൊക്കെ നിർമ്മിച്ചത് അദ്ദേഹമാണ്. ഓ, ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി. നല്ലൊരു വിവരം. ഇനി ഈഴവ മെമ്മോറിയൽ, ഇത് സമർപ്പിച്ച വർഷമേതാണ്? ഇതും പിന്നാക്ക സമുദായങ്ങളുടെ മുന്നേറ്റത്തിലൊരു പ്രധാന ഏടാണല്ലോ. 1896 സെപ്റ്റംബർ 3. 1896. അതെ. ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 10,000-ൽ കൂടുതൽ ഈഴവർ ഒപ്പിട്ട ഒരു നിവേദനമായിരുന്നു അത്. അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. എന്തിനു വേണ്ടിയായിരുന്നു പ്രധാന ആവശ്യം? സർക്കാർ ഉദ്യോഗങ്ങളിലും പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമൊക്കെ ഈഴവ സമുദായത്തിന് അവരുടെ ജനസംഖ്യയ്ക്കനുസരിച്ചുള്ള പ്രാതിനിധ്യം വേണം എന്നതായിരുന്നു പ്രധാന ആവശ്യം. ഓക്കെ. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആ നിവേദനങ്ങളിലൂടെയുള്ള പോരാട്ടത്തിന്റെ ഒരു തുടക്കം. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്തേക്ക്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? കേളപ്പൻ. കേളപ്പൻ. കേരള ഗാന്ധി. അതെ, കേരള ഗാന്ധി. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയ്ക്ക് സമാന്തരമായിട്ട് കേരളത്തിലും ഉപ്പു നിയമം ലംഘിക്കാൻ തീരുമാനിച്ചപ്പോൾ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഒരു സത്യാഗ്രഹ ജാഥ നയിച്ചത് കേളപ്പനായിരുന്നു. പയ്യന്നൂരിലേക്ക്. അതുകൊണ്ടാണ് പയ്യന്നൂരിനെ കേരളത്തിലെ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത്. രണ്ടാം ബർദോളി. കൊള്ളാം. ഇനി വീണ്ടും തിരുവിതാംകൂറിലേക്ക്. അവിടെ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി ആരായിരുന്നു അത്? അതൊരു വലിയ തീരുമാനമായിരുന്നിരിക്കണം. റാണി ഗൗരി ലക്ഷ്മിഭായ്. റാണി ഗൗരി ലക്ഷ്മിഭായ്. അതെ. 1812 തിരുവിതാംകൂറിൽ അടിമകളെ വാങ്ങുന്നതും വിൽക്കുന്നതും നിരോധിച്ചുകൊണ്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. 1812. ഇത് പൂർണ്ണമായ അടിമത്തം നിർത്തലാക്കലായിരുന്നില്ല കേട്ടോ. ആ കച്ചവടമാണ് നിരോധിച്ചത്. എന്നാലും അതൊരു വലിയ മനുഷ്യത്വപരമായ ഒരു കാൽവെപ്പായിരുന്നു. പിന്നീട് 1855 ഉത്രം തിരുനാളിന്റെ കാലത്താണ് അടിമത്തം പൂർണ്ണമായിട്ടും നിരോധിച്ചത്. ഓ, അപ്പോൾ 1812 കച്ചവടം നിർത്തലാക്കി, 1855 പൂർണ്ണ നിരോധനം. വ്യക്തമായി. ഇനി നവോത്ഥാന ഗുരുക്കന്മാരിലേക്ക്. തൈക്കാട് അയ്യാസ്വാമിയുടെ ശിഷ്യന്മാരായിരുന്ന പ്രധാനപ്പെട്ട നവോത്ഥാന നായകരാരൊക്കെയാണ്? അതൊരു രസകരമായൊരു കണക്ഷനാണെന്ന് തോന്നുന്നു. അതെ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ഇവരെല്ലാം
തൈക്കാടയ്യ സ്വാമിയുടെ ശിഷ്യന്മാരായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഓഹോ, 3 പേരും. സുബ്ബരായർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്, തമിഴ് കലർന്ന മലയാളത്തിൽ. ഉന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. ഇത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ആശയത്തിന് പ്രചോദനമായി എന്നും കരുതാറുണ്ട്. ഓ, ഒരു ഗുരുവിലൂടെ പല ധാരകളിലേക്ക് അറിവ് പകർന്നു. കൊള്ളാം. ഇനി നമുക്ക് കുറച്ച് ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം ഏകദേശം എത്ര കിലോമീറ്റർ വരും? ഏകദേശം ഒരു 580 കിലോമീറ്റർ. 580. അതെ. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 9 ജില്ലകളിലായിട്ട് ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഇന്ത്യയുടെ മൊത്തം തീരദേശത്തിന്റെ ഏകദേശം ഒരു 10% വരുമിത്. 10%? അതെ. നമ്മുടെ മീൻപിടുത്തം, ടൂറിസം, കാലാവസ്ഥ, ഇതിനൊക്കെ ഈ തീരദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. കടൽ കേരളത്തിന്റെ ജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഭരണപരമായൊരു ഭൂമിശാസ്ത്രം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? നിലവിലുള്ള കണക്കനുസരിച്ച് മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്കാണ് വിസ്തീർണത്തിൽ ഏറ്റവും വലുത്. ഏറനാട്. അപ്പോ ഏറ്റവും ചെറിയ താലൂക്കോ? ഈ വ്യത്യാസങ്ങളൊക്കെ അറിയാനൊരു കൗതുകമുണ്ട്. അത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കാണ്. വളരെ ചെറിയൊരു ഏരിയയാണ് കുന്നത്തൂർ താലൂക്കിനുള്ളത്. വലുപ്പത്തിൽ ഇത്ര വലിയ വ്യത്യാസം? ഓക്കെ. ഇനി പ്രകൃതിയിലേക്ക്. കേരളത്തിലെ ഏക നിത്യഹരിത വനം, അതായത് എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയാവുന്നത് എവിടെയാണ്? അത് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി. സൈലന്റ് വാലി. അതെ, സൈരന്ധ്രി വനമെന്നും പറയും. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള, അധികം മനുഷ്യസ്പർശമേൽക്കാത്ത മഴക്കാടുകളിൽ ഒന്നാണിത്. സിംഹവാലൻ കുരങ്ങുകളുടെ സ്ഥലം അല്ലേ? അതെ അതെ, സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട സ്ഥലമാണ്. അതൊരു ദേശീയോദ്യാനമാണ്. പണ്ട് സൈലന്റ് വാലിയെ സംരക്ഷിക്കാൻ വലിയൊരു പരിസ്ഥിതി സമരം നടന്നിരുന്നല്ലോ. അത് ലോകശ്രദ്ധ വരെ നേടിയതാണ്. ആ സമരം ഒരു ചരിത്രം തന്നെയാണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി, പ്ലാറ്റോ, ഏതാണ്? വയനാട് പീഠഭൂമി. വയനാട്? അതെ, ഇത് ശരിക്കും ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേ അറ്റത്തുള്ളൊരു ഭാഗമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരു ശരാശരി 700 തൊട്ട് 2100 മീറ്റർ വരെ ഉയരമുണ്ട്. ഓ, നല്ല ഉയരം. അതെ. അവിടുത്തെ തണുത്ത കാലാവസ്ഥ, കാപ്പി, തേയില, സുഗന്ധവ്യഞ്ജനത്തോട്ടങ്ങൾ, ഇതിനൊക്കെ വയനാട് പ്രശസ്തമാണല്ലോ. ആണ്. ഇനി വളരെ പ്രശസ്തമായ ഒരു വിശേഷണം, അറബിക്കടലിന്റെ റാണി, ക്വീൻ ഓഫ് ദി അറേബ്യൻ സീ. ഏതാണ് ആ സ്ഥലം? ഇത് മിക്കവർക്കും അറിയാമായിരിക്കും. തീർച്ചയായും, അത് കൊച്ചിയാണ്. കൊച്ചി. അതെ. നൂറ്റാണ്ടുകളായിട്ട് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ആ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെ ഒരു പ്രധാന ഹബ്ബായിരുന്നു കൊച്ചി. അതിന്റെ ആ ഒരു ലൊക്കേഷനും നാച്ചുറൽ ഹാർബറും ഒക്കെയാണ് ഈ പേരിന് കാരണം. ചരിത്രപരമായും വാണിജ്യപരമായും കൊച്ചി ഇന്നും പ്രധാനപ്പെട്ടതാണ്. അതെ. ഈ വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചർച്ചകൾ ഇനിയും കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. അടുത്തത്, കേരളത്തിന്റെ കാലാവസ്ഥ പൊതുവെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ, ട്രോപ്പിക്കൽ മോൺസൂൺ ക്ലൈമറ്റ് എന്ന് പറയും. ഓക്കെ. പ്രധാനമായും അറബിക്കടലിന്റെ സാമീപ്യവും പിന്നെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളും ഇതാണ് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്. 2 മഴക്കാലങ്ങളില്ലേ നമുക്ക്? അതെ, പ്രധാനമായും 2 മഴക്കാലങ്ങൾ. ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ ഇടവപ്പാതി, അതായത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. പിന്നെ ഒക്ടോബർ നവംബറിൽ തുലാവർഷം, വടക്കു കിഴക്കൻ മൺസൂൺ. കനത്ത മഴയും നല്ല ഈർപ്പവും, അതാണ് പ്രത്യേകത. അതെ. എന്നാൽ എല്ലായിടത്തും ഒരുപോലെ മഴ കിട്ടാറില്ലല്ലോ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ കിട്ടുന്ന ഒരു പ്രദേശം ഏതാണ്? അത് ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. ചിന്നാർ. അതെ, അതൊരു മഴനിഴൽ പ്രദേശം, റെയിൻ ഷാഡോ ഏരിയ എന്ന് പറയും. അതുകൊണ്ടാണ് അവിടെ മഴ കുറവ്. എന്താണ് ഈ മഴനിഴൽ പ്രദേശം എന്ന് പറഞ്ഞാൽ? അതായത് പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവിലാണ് ഈ ചിന്നാർ വരുന്നത്. പടിഞ്ഞാറ് അറബിക്കടലിൽ നിന്ന് വരുന്ന മഴമേഘങ്ങൾ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറൻ സൈഡിൽ പെയ്തു തീരും. അപ്പോ കിഴക്കൻ ചരിവിലെത്തുമ്പോഴേക്കും ആ മേഘങ്ങളിലെ ഈർപ്പം കുറവായിരിക്കും. അതാണ് ചിന്നാറിൽ മഴ കുറയാൻ കാരണം. ഓഹോ, അതാണ് സംഗതി. അപ്പോൾ സ്വാഭാവികമായും നദികളുടെ കാര്യം വരും. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലസമൃദ്ധിയുള്ള, അതായത് ഏറ്റവും കൂടുതൽ വെള്ളമൊഴുകുന്ന നദി ഏതാണ്? അത് പെരിയാറാണ്. പെരിയാർ. അതെ, നീളത്തിന്റെ കാര്യത്തിലും പെരിയാർ തന്നെയാണ് ഒന്നാമത്. 244 കിലോമീറ്റർ. 244 കിലോമീറ്റർ. കൃഷി
ഇതിനൊക്കെയുള്ള വെള്ളം പ്രധാനമായും പെരിയാറിൽ നിന്നാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ജീവനാഡി എന്ന് പറയാറുണ്ട്. ആ, ജീവനാഡി എന്ന വിശേഷണം വളരെ ശരിയാണ്. അപ്പോ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? അതും പെരിയാർ തന്നെ. ഓ, അതും പെരിയാർ. അതെ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പെരിയാർ ടൈഗർ റിസർവ്. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. ആന, കടുവ, പുലി, കാട്ടുപോത്ത്, സിംഹവാലൻ കുരങ്ങ്, മലയണ്ണാൻ, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് അവിടെ. അപ്പോ പെരിയാർ നദിയും വന്യജീവി സങ്കേതവും ഒരേ പേരില്. ഓക്കെ. ഇനി കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണത്? എന്താണ് ഈ ബയോസ്ഫിയർ റിസർവ് എന്ന് വെച്ചാൽ? നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ഉത്തരം. 1986 സ്ഥാപിച്ചതാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണിത്. ഇന്ത്യയിലെ ആദ്യത്തേത്? അതെ. തോടൊപ്പം അവിടുത്തെ തദ്ദേശീയരായ ആളുകളില്ലേ, അവരുടെ ഒരു സുസ്ഥിരമായ ജീവിത രീതികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരം സംരക്ഷിത പ്രദേശമാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് കേരളം, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. ഓ, അപ്പൊ പ്രകൃതിയെയും മനുഷ്യനെയും ഒരുമിച്ച് പരിഗണിക്കുന്ന ഒരിടം. കൊള്ളാം. ഇനി കൃഷിയിലേക്ക് വരാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിള, നമ്മുടെ നാടിന്റെ പേരിൽ തന്നെയുണ്ട് ആ വിളി. തെങ്ങ് തന്നെ. തെങ്ങ്. അതെ, കേരളം എന്ന പേര് തന്നെ കേരവൃക്ഷങ്ങളുടെ നാട് എന്ന അർത്ഥത്തിലാണല്ലോ വന്നത്. നാളികേരം, വെളിച്ചെണ്ണ, കള്ള്, കയർ, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ തെങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലും സംസ്കാരത്തിലുമൊക്കെ തെങ്ങിന് വലിയ സ്ഥാനമുണ്ട്. കേരം തിങ്ങും കേരളനാട് എന്ന് വെറുതെ പറയുന്നതല്ല, ശരിയാണ്. ഇനി അണക്കെട്ടുകളിലേക്ക്. ഉയരത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? അതൊരു എഞ്ചിനീയറിംഗ് വിസ്മയം കൂടിയാണ്, അല്ലേ? ഇടുക്കി ആർച്ച് ഡാം. ഇടുക്കി? അതെ. പെരിയാർ നദിയിൽ കുറവൻ, കുറത്തി മലകൾക്കിടയിൽ കെട്ടിയിരിക്കുന്ന ഈ ഡാം ഒരു ആർച്ച് ഡാമാണ്. അതായത് ഒരു കമാനം പോലെ വളഞ്ഞ രീതിയിലുള്ള ഡാം. ആ, ഏഷ്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഡാമുകളിൽ ഒന്നാണിത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണിത്. ആ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയാണ്. ഇനി മണ്ണിനെക്കുറിച്ച് ചോദിക്കാം. കേരളത്തിൽ പ്രധാനമായിട്ടും എത്ര തരം മണ്ണിനങ്ങളാണ് കാണുന്നത്? മണ്ണിന്റെ സ്വഭാവമനുസരിച്ചാണല്ലോ കൃഷിയൊക്കെ. പ്രധാനമായും ഒരു 8 തരം മണ്ണിനങ്ങളാണ് പൊതുവെ തിരിച്ചിട്ടുള്ളത്. 8 തരം? അതെ. ഏറ്റവും കൂടുതൽ കാണുന്നത് ലാറ്ററൈറ്റ് മണ്ണ്, അതായത് ചെങ്കൽ മണ്ണ്. ഓക്കെ. പിന്നെ തീരദേശ മണ്ണ്, എക്കൽ മണ്ണ്, നദീതീരത്തും കുട്ടനാട്ടിലുമൊക്കെ കരിമണ്ണ് കുട്ടനാട്ടിൽ, വനമണ്ണ്, ചെമ്മണ്ണ്, കറുത്ത മണ്ണ് പാലക്കാട് ചിറ്റൂർ ഭാഗത്ത് കാണാം. പിന്നെ മലയോരം മണ്ണ്. ഇങ്ങനെ പോകുന്നു. ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അത്രയും വൈവിധ്യമുണ്ട് നമ്മുടെ മണ്ണിനും. കൊള്ളാം. ഇനി മലകളിലേക്ക്. ഇടുക്കി ജില്ലയിലെ പ്രധാന ഹിൽ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? ടൂറിസ്റ്റുകളുടെ ഒരു ഇഷ്ടസ്ഥലമാണല്ലോ ഇടുക്കി. ഏറ്റവും പ്രശസ്തമായത് മൂന്നാറും വാഗമണ്ണുമാണ്. മൂന്നാർ, വാഗമൺ. അതെ. തേയിലത്തോട്ടങ്ങൾ, തണുത്ത കാലാവസ്ഥ, ഇതിനൊക്കെ പേരുകേട്ട സ്ഥലങ്ങളാണ്. ഇവ കൂടാതെ പീരുമേട്, രാമക്കൽമേട്, പാഞ്ചാലിമേട്, അങ്ങനെ വേറെയും പ്രധാന ഹിൽ സ്റ്റേഷനുകളുണ്ട് ഇടുക്കിയിൽ. പിന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തേയിലത്തോട്ടം കൊളുക്കുമല, അതും ഇടുക്കി ജില്ലയിലാണ്. കൊളുക്കുമലയിലെ സൂര്യോദയമൊട്ടൊക്കെ പ്രസിദ്ധമാണല്ലോ. അടുത്തത് വന്യജീവി സംരക്ഷണത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. കേരളത്തിൽ കടുവ സംരക്ഷണത്തിനായുള്ള കേന്ദ്രങ്ങൾ, ടൈഗർ റിസർവുകൾ ഏതെല്ലാമാണ്? 2 എണ്ണമാണ് കേരളത്തിലുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പെരിയാർ ടൈഗർ റിസർവ്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായിട്ട്. പെരിയാർ. രണ്ടാമത്തത് പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം ടൈഗർ റിസർവ്. പറമ്പിക്കുളം? അതെ. ഈ രണ്ടും കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്ട് ടൈഗർ പദ്ധതിയുടെ ഭാഗമാണ്. കടുവകളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കാൻ ഇവ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. പെരിയാറും പറമ്പിക്കുളവും ഓർത്തുവെക്കാം. ഇനി നമുക്ക് കേരളത്തിന്റെ ഭരണപരമായ ചില കാര്യങ്ങൾ നോക്കിയാലോ. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20 എണ്ണം. 20? അതെ, 20 ലോക്സഭാ മണ്ഡലങ്ങൾ. ഓരോ മണ്ഡലത്തിൽ നിന്നും ഓരോ ആളെ നമ്മൾ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയക്കുന്നു. ഇതിൽ 2 എണ്ണം സംവരണ മണ്ഡലങ്ങളാണ്, പട്ടികജാതി വിഭാഗത്തിനു വേണ്ടി. ആലത്തൂരും മാവേലിക്കരയും. ഓ, ഓക്കെ. ആലത്തൂരും മാവേലിക്കരയും. അപ്പോ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണമോ? 9 എണ്ണം. 9? അതെ. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ നിയമസഭയിലെ MLA-മാരാണ്. ശരി. അപ്പോ കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 140. 140? അതെ. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ്.
പണ്ട് ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാമായിരുന്നു. ഉണ്ടായിരുന്നോ? പക്ഷേ 2020 ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരം ആ രീതി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട 140 അംഗങ്ങൾ മാത്രമാണിപ്പോൾ സഭയിലുള്ളത്. ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം ഇപ്പോഴില്ല. അത് പുതിയ അറിവാണ്. അപ്പം നിലവിലെ ഈ വിവരങ്ങൾ ശേഖരിച്ച സമയത്ത് കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഈ ഉറവിടം അനുസരിച്ച് എൻ ഷംഷീറാണ്. എൻ ഷംഷീർ. അതെ, നിയമസഭയിൽ അംഗങ്ങൾ തന്നെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. സഭയുടെ നടപടികളൊക്കെ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. ശരി. ജനാധിപത്യത്തില് ഭരണപക്ഷം പോലെ തന്നെ പ്രതിപക്ഷത്തിനും വലിയ റോളുണ്ട്. ആരായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്? പി.ടി. ചാക്കോ. പി.ടി. ചാക്കോ. അതെ, 1957 EMS സർക്കാർ വന്നപ്പോൾ പ്രധാന പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് ആദ്യത്തെ പ്രതിപക്ഷ നേതാവായത്. ഓക്കെ, പി.ടി. ചാക്കോ. ഓർത്തിരിക്കേണ്ട പേര് തന്നെ. ഇനി സംസ്ഥാനത്തിന്റെ തലപ്പത്തേക്ക് വരാം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? ജ്യോതി വെങ്കടാചലം. ജ്യോതി വെങ്കടാചലം. അതെ, 1977 മുതൽ 82 വരെയാണ് അവർ ഗവർണറായിരുന്നത്. കേരളത്തിലെ ഗവർണർ പദവി വഹിച്ച ഒരേ ഒരു വനിതയും അവർ തന്നെയാണ് കേട്ടോ. ഒരേ ഒരു വനിതാ ഗവർണർ, അത് ശ്രദ്ധേയമാണ്. ഇനി തദ്ദേശ ഭരണത്തിലേക്ക് വന്നാൽ കേരളത്തിലെ ആകെ കോർപ്പറേഷനുകളുടെ എണ്ണം എത്രയാണ്? ഇപ്പോൾ 6 എണ്ണം. 6. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കൊല്ലം, കണ്ണൂർ. ഏറ്റവും അവസാനം വന്നത് കണ്ണൂരാണ് 2015. ഓക്കെ, അപ്പോ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണമോ? നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം. ഏറ്റവും പുതിയ കണക്കുകൾ നോക്കിയാൽ 941 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ട്. 941. അതെ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഈ ത്രിതല സംവിധാനം അധികാര വികേന്ദ്രീകരണത്തിൽ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അത് വലിയൊരു സംഖ്യയാണ്. വളരെ ബേസിക്കായൊരു ചോദ്യം, പക്ഷെ പറയാതെ പോകാൻ പറ്റില്ല. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചതു മുതൽ തിരുവനന്തപുരമാണ് നമ്മുടെ തലസ്ഥാനം. അതിനു മുൻപ് തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്നു. ശരി. കേരളത്തിലെ ഏറ്റവും വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതാണ്? വിസ്തീർണം വെച്ചാണോ ജനസംഖ്യ വെച്ചാണോ ഈ ചോദ്യം? ഉറവിടത്തിൽ തിരുവനന്തപുരം എന്നാണ് പറയുന്നത്. പക്ഷേ വിസ്തീർണം നോക്കിയാൽ കൊച്ചിയാണ് വലുതെന്ന് ചിലപ്പോൾ കാണാറുണ്ട്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ 1940 തന്നെ നിലവിൽ വന്നു. കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷനുകളിൽ ഒന്നാണ്. അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? ശരി. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ കളക്ടർ ആരായിരുന്നു? ഇതധികം കേട്ടിട്ടില്ലാത്തൊരു പേരാണല്ലോ. ഉറവിടത്തിൽ VM വർഗീസ് എന്നാണ് കാണുന്നത്. ഇതൊരുപക്ഷേ സംസ്ഥാനം രൂപീകരിച്ച ശേഷം ഏതെങ്കിലും ഒരു ജില്ലയുടെ ആദ്യത്തെ കളക്ടർ ആയിരിക്കാനാവും സാധ്യത. കാരണം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇവിടെയൊക്കെ പണ്ടേ ജില്ലാ ഭരണത്തിന് ഉദ്യോഗസ്ഥർ, ഏജന്റുമാർ, പേഷ്കാർമാർ, കളക്ടർമാർ എന്നൊക്കെ പല പേരിലുണ്ടായിരുന്നു. ഒരുപക്ഷെ സംസ്ഥാന രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ കളക്ടർ എന്ന നിലയിലായിരിക്കാം ഈ പേര് പറയുന്നത്. വിശദീകരണം നന്നായി. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല ഏതാണത്? അത് വയനാട് ജില്ലയാണ്. വയനാട്? അതെ. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, ഈ 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് വയനാട് ജില്ലയിലുള്ളത്. വെറും 3 എണ്ണം? ഇനി നമുക്ക് കേരളത്തിന്റെ അഭിമാനമായ ചില കലാരൂപങ്ങളിലേക്ക് വരാം. കേരളത്തിലെ പ്രധാന ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ ഏതെല്ലാമാണ്? 2 എണ്ണമാണ് ഏറ്റവും പ്രധാനം, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്നത്: മോഹിനിയാട്ടവും കഥകളിയും. മോഹിനിയാട്ടം, കഥകളി. അതെ, മോഹിനിയാട്ടം പ്രധാനമായും ലാസ്യഭാവത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. സൗന്ദര്യം, ശൃംഗാരം, അങ്ങനെയുള്ള ലോലമായ ഭാവങ്ങൾ. കഥകളിയിലാണെങ്കിൽ പുരുഷവേഷങ്ങൾക്ക് താണ്ഡവഭാവവും ശക്തി, രൗദ്രം, സ്ത്രീവേഷങ്ങൾക്ക് ലാസ്യഭാവവും വരും. അഭിനയത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കലാരൂപമാണ് കഥകളി. ലാസ്യവും താണ്ഡവവും. അപ്പോ കേരളത്തിന്റെ തനത് നാട്യകലാരൂപം എന്ന് നമ്മൾ എടുത്തു പറയുന്നത് ഏതിനെയാണ്? സാധാരണയായി കഥകളിയെയാണ് അങ്ങനെ വിശേഷിപ്പിക്കാറ്. അതൊരു സമ്പൂർണ്ണ തിയേറ്റർ അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. സമ്പൂർണ്ണ തിയേറ്റർ? അതെ, കാരണം അതിലെ ആംഗികം, അതായത് കൈമുദ്രകളും ശരീരചലനങ്ങളും, വാചികം, പാട്ടുകാർ പാടുന്ന സാഹിത്യം, ആട്ടക്കഥ എന്ന് പറയും, ആഹാര്യം, അതാണ് കളർഫുൾ വേഷങ്ങളും മുഖത്തെഴുത്തും കിരീടങ്ങളുമൊക്കെ. പിന്നെ സാത്വികം,
മുഖത്ത് വരുന്ന ഭാവങ്ങൾ, നവരസങ്ങൾ, ഈ 4 അഭിനയ രീതികളും ചേർന്നതാണ് കഥകളി. ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം. ഓക്കെ. ഈ കഥകളിയുടെ ആദ്യ രൂപം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? രാമനാട്ടം. അതെ, ഏകദേശം ഒരു 17-ാം നൂറ്റാണ്ടിൽ കൊട്ടാരക്കര തമ്പുരാൻ രാമായണ കഥയെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഒരു കലാരൂപമാണ് രാമനാട്ടം എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്നാണ് പിന്നീട് മാറ്റങ്ങളൊക്കെ വന്ന് ഇന്നത്തെ കഥകളി ഉണ്ടായത്. കൃഷ്ണനാട്ടം എന്നൊരു കലാരൂപവും കഥകളിയെ സ്വാധീനിച്ചിട്ടുണ്ട്. രാമനാട്ടത്തിൽ നിന്ന് കഥകളിയിലേക്ക്. ശരി. ഇനി മറ്റുള്ള തലസ്ഥാനം, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം, കൾച്ചറൽ ക്യാപിറ്റൽ ഏത് ജില്ലയാണ്? അത് തൃശ്ശൂരാണ്. തൃശ്ശൂർ. അതെ. കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി ഇവയുടെ എല്ലാം ആസ്ഥാനം തൃശ്ശൂരാണ്. പിന്നെ നമ്മുടെ പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം. പൂരങ്ങളുടെ പൂരം. അതെ, അത് നടക്കുന്നതും തൃശ്ശൂരാണ്. ഇതൊക്കെ കൊണ്ടാണ് തൃശ്ശൂരിനെ സാംസ്കാരിക തലസ്ഥാനമെന്ന് വിളിക്കുന്നത്. ശരിയാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും പഴയ തുറമുഖം എന്ന് പറയാവുന്നത് ഏതാണ്? മുസിരിസൊക്കെ പണ്ടുണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷം തുടർന്നു വന്നതിൽ പ്രധാനം കൊല്ലം തുറമുഖം. കൊല്ലം. അതെ, വളരെ പണ്ടുമുതലേ കൊല്ലം ഒരു പ്രധാനപ്പെട്ട വാണിജ്യ തുറമുഖമായിരുന്നു. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ ഇവരുമായൊക്കെ കൊല്ലത്തിന് നല്ല വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. മാർക്കോ പോളോയെ പോലുള്ള സഞ്ചാരികളൊക്കെ കൊല്ലം സന്ദർശിച്ചിട്ടുണ്ട്. ചരിത്രപരമായ വലിയ പ്രാധാന്യമുണ്ട് അപ്പോ കൊല്ലത്തിന്. ഇനി നമ്മുടെ ദേശീയോത്സവത്തിലേക്ക് വരാം. ഓണം. കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണത്? 1961. 1961. അതെ, അന്നത്തെ പട്ടം താണുപിള്ള സർക്കാരാണ് ഓണത്തെ കേരളത്തിന്റെ ദേശീയോത്സവമായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അപ്പോ 1961 മുതൽ ഓണം നമ്മുടെ ഒഫീഷ്യൽ ഫെസ്റ്റിവലാണ്. കൊള്ളാം. ഇനി ആയോധനകലയിലേക്ക്. കേരളത്തിൽ കളരിപ്പയറ്റ് രൂപം കൊണ്ട ജില്ലയായിട്ട് കരുതപ്പെടുന്നത് ഏതാണ്? പൊതുവെ വടക്കൻ കേരളമാണ് കളരിപ്പയറ്റിന്റെ ഒരു ഈറ്റില്ലമായിട്ട് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് പഴയ മലബാർ ഏരിയയിലെ കോഴിക്കോട്, കണ്ണൂര് പ്രദേശങ്ങൾ. വടക്കൻ പാട്ടുകളുമായി ബന്ധമുണ്ടോ? തീർച്ചയായും. വടക്കൻ പാട്ടുകളിലെ വീരനായകന്മാരുടെ കഥകളൊക്കെ കളരിപ്പയറ്റുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ആയോധന കലകളിൽ ഒന്നായിട്ടാണ് കളരിപ്പയറ്റിനെ കണക്കാക്കുന്നത്. തച്ചോളിയോദേനും ആരോമൽ ചേകവരുമെല്ലാം ഓർമ്മ വരുന്നു. നമ്മുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? മലയാളം. മലയാളം. അതെ, ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഭാഷയാണ്. കേരളത്തിലെയും ലക്ഷദ്വീപിലെയും പിന്നെ പുതുച്ചേരിയിലെ മാഹിയില്ലേ, അവിടുത്തെയും ഔദ്യോഗിക ഭാഷയാണ് മലയാളം. 2013 കേന്ദ്ര സർക്കാർ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവിയും നൽകിയിട്ടുണ്ട്. ശ്രേഷ്ഠ ഭാഷാ പദവി, അത് അഭിമാനിക്കാവുന്നൊരു നേട്ടം തന്നെയാണ്. ഇനി കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമെന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഏത് സ്ഥലത്തെയാണ്? അത് കൊച്ചിയാണ്, എറണാകുളം. കൊച്ചി. അതെ, കേരളത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക വാണിജ്യ നഗരം കൊച്ചിയാണ്. കൊച്ചി തുറമുഖം, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, റിഫൈനറി, ഒരുപാട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇതെല്ലാം കൊച്ചിയുടെ ആ ഒരു സ്ഥാനത്തിന് അടിവരയിടുന്നു. വല്ലാർപാടം ടെർമിനൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? കേരളത്തെ IT മാപ്പിൽ അടയാളപ്പെടുത്തിയ സ്ഥലം? തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്. ടെക്നോ പാർക്ക്. അതെ, 1990-ലാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലിയതുമായ IT പാർക്കുകളിൽ ഒന്നാണിത്. കേരളത്തിന്റെ IT മേഖലയുടെ വളർച്ചയ്ക്ക് വലിയൊരു തുടക്കം കുറിച്ച സ്ഥാപനമാണ് ടെക്നോ പാർക്ക്. ടെക്നോ പാർക്കിൽ നിന്നാണ് നമ്മുടെ IT സ്വപ്നങ്ങൾ തുടങ്ങിയതെന്ന് പറയാം. കേരളത്തിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഏതെല്ലാമാണ്? 4 എണ്ണം ഉണ്ടല്ലോ അല്ലേ? അതെ, 4 എണ്ണം. തിരുവനന്തപുരം, കൊച്ചി നെടുമ്പാശ്ശേരി, കോഴിക്കോട്, കരിപ്പൂർ മലപ്പുറം ജില്ലയിലാണ്, പിന്നെ കണ്ണൂർ. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ. അതെ, 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളുള്ള ഇന്ത്യയിലെ ഒരേയൊരു സംസ്ഥാനമാണ് കേരളം. ഇത് ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റുമുള്ള യാത്രകൾക്കും ടൂറിസത്തിനുമൊക്കെ വലിയ സഹായമാണ്. അത് വലിയൊരു സൗകര്യം തന്നെയാണ്. ഇനി ധാതുവിഭവങ്ങളിലേക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുവിഭവം ഏതാണ്? നമ്മുടെ തീരത്തിന്റെ ഒരു സമ്പത്താണത്. കരിമണൽ. കരിമണൽ. അതെ, അതിൽ ഇൽമനൈറ്റ്, റൂട്ടൈൽ, സിർക്കോൺ, മൊണോസൈറ്റ്, സിലിമനൈറ്റ് അങ്ങനെ ഒരുപാട് ധാതുക്കളുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ ചവറ നീണ്ടകല ഭാഗത്തെ തീരദേശം ഈ ധാതു നിക്ഷേപം കൊണ്ട് സമ്പന്നമാണ്. മോണോസൈറ്റിൽ നിന്നല്ലേ തോറിയം എടുക്കുന്നത്? അതെ, മോണോസൈറ്റിൽ നിന്നാണ് ആണവോർജത്തിനുപയോഗിക്കുന്ന തോറിയം വേർതിരിച്ചെടുക്കുന്നത്.
ഓ, കരിമണലിൽ ഇത്രയധികം കാര്യങ്ങളുണ്ട്. ഇനി റെയിൽവേയിലേക്ക് വരാം. ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം, ട്രാക്കുകളുടെ എണ്ണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷൊർണൂർ ജംഗ്ഷൻ. ഷൊർണൂർ. അതെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ ജംഗ്ഷനുകളിൽ ഒന്നാണ്. അവിടുന്നാണ് പാലക്കാട് വഴിയുള്ള മെയിൻ ലൈൻ, കോഴിക്കോട് സൈഡിലേക്കുള്ള ലൈൻ, എറണാകുളം സൈഡിലേക്കുള്ള ലൈൻ, നിലമ്പൂരിലേക്കുള്ള ലൈൻ ഒക്കെ തിരിയുന്നത്. പ്ലാറ്റ്ഫോമുകളുടെ എണ്ണത്തിലും ഷൊർണൂർ മുന്നിലാണ്. ഷൊർണൂർ ഒരു പ്രധാന ഹബ്ബാണ്. ശരി. ഇനി വിദ്യാഭ്യാസത്തിലേക്ക്. കേരളത്തിൽ സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതാണ്? കോട്ടയം. കോട്ടയം. അക്ഷരനഗരി. അതെ, അക്ഷരനഗരി. വളരെ കാലമായിട്ട് കോട്ടയം ജില്ലയാണ് സാക്ഷരതയുടെ കാര്യത്തിൽ കേരളത്തിൽ ഒന്നാമത്. 1989 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം എന്നൊരു ബഹുമതി കോട്ടയത്തിന് കിട്ടിയിരുന്നു. 1989 തന്നെ? കൊള്ളാം. അടുത്തത് ഒരു ഡിജിറ്റൽ നേട്ടത്തെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ കേരളം തന്നെയാണ്. കേരളം. അതെ, 2016 കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. ഗവേണൻസ് സേവനങ്ങൾ, എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളത്, ഡിജിറ്റൽ സാക്ഷരത, ബാങ്കിംഗ് സേവനങ്ങളൊക്കെ ഡിജിറ്റലായത്, ഇതൊക്കെ പരിഗണിച്ചാണ് ആ നേട്ടം. ഡിജിറ്റൽ ഇന്ത്യയിൽ നമ്മൾ മുന്നിൽ. സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാം. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്ഥാപിച്ചത്? കോഴിക്കോട് നഗരത്തിലാണ്. കോഴിക്കോട്. അതെ, 1973 ഒക്ടോബർ 27 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു അത്. 1973 തന്നെ വനിതാ പോലീസ് സ്റ്റേഷൻ. അത് വലിയൊരു മുന്നേറ്റം തന്നെയാണ്. ഇനി വീണ്ടും കൊച്ചിയിലേക്ക്. കേരളത്തിന്റെ കവാടം, ഗേറ്റ് വേ ഓഫ് കേരള എന്നറിയപ്പെടുന്ന നഗരമേതാണ്? അറബിക്കടലിന്റെ റാണി എന്ന പോലെ വേറൊരു വിശേഷണം. അതും കൊച്ചി തന്നെ. അതും കൊച്ചി. അതെ, ചരിത്രപരമായി നോക്കിയാൽ കടൽ വഴി കേരളത്തിലേക്ക് വന്നിരുന്ന വിദേശികൾക്കും കച്ചവടക്കാർക്കുമൊക്കെ പ്രധാനപ്പെട്ട ഒരു എൻട്രി പോയിന്റ് കൊച്ചി തുറമുഖമായിരുന്നു. അതുകൊണ്ടാണ് ആ വിശേഷണം വന്നത്. അപ്പോൾ റാണിയുമാണ് കവാടവുമാണ് കൊച്ചി. കൊള്ളാം. ഇനി വൈദ്യുതിയുടെ കാര്യത്തിലേക്ക്. കേരളത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി ലൈൻ സ്ഥാപിച്ച നഗരം ഏതാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം. അതെ, 1929 തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ മേൽനോട്ടത്തിൽ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഇലക്ട്രിക് വിളക്കുകൾ സ്ഥാപിച്ചത്. പിന്നീട് 1933 പള്ളിവാസൽ പ്രോജക്റ്റിന്റെ ആദ്യഘട്ടം കഴിഞ്ഞതോടെയാണ് വൈദ്യുതി ഉൽപ്പാദനവും വിതരണവുമൊക്കെ കുറച്ചുകൂടി കാര്യക്ഷമമായത്. തിരുവനന്തപുരത്താണ് അപ്പോൾ തുടക്കം. അതെ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇടുക്കി. അതെ, 780 മെഗാവാട്ടാണ് അതിന്റെ സ്ഥാപിത ശേഷി. ഇടുക്കി ആർച്ച് ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം ഇവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഈ 3 ഡാമുകളും ചേർന്നുള്ള ആ റിസർവോയർ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലാശയങ്ങളിൽ ഒന്നാണ്. ഇടുക്കി പദ്ധതി നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഒരു നട്ടെല്ല് തന്നെയാണ്. ഇനി ജയിൽ സംവിധാനത്തിലെ ഒരു വ്യത്യസ്തതയെക്കുറിച്ച് ചോദിക്കാം. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ, ഓപ്പൺ പ്രിസൺ, എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയുടെ അടുത്തുള്ള നെട്ടുകാൽത്തേരിയിലാണ്. നെട്ടുകാൽത്തേരി. അതെ, 1962 സ്ഥാപിച്ചത്. അവിടെ തടവുകാർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ, വലിയ മതിൽക്കെട്ടുകളുടെ നിയന്ത്രണങ്ങളില്ലാതെ കൃഷി ചെയ്യാനും മറ്റ് ജോലികൾ ചെയ്യാനുമൊക്കെ അവസരമുണ്ട്. തടവറയുടെ വേറൊരു മുഖം. നമ്മൾ നേരത്തെ പെരിയാറിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, നീളത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ പുഴ ഏതാണ്? അത് പെരിയാർ തന്നെ. 244 കിലോമീറ്റർ നീളവുമായി പെരിയാറാണ് ഒന്നാമത്. രണ്ടാം സ്ഥാനത്ത് ഭാരതപ്പുഴയാണ്, 209 കിലോമീറ്റർ. പെരിയാർ തന്നെ ഏറ്റവും വലുത്. അപ്പോ ഏറ്റവും ചെറുതോ? കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം ഏതാണ്? അത് എറണാകുളം നഗരത്തിന്റെ നടുക്കുള്ള മംഗളവനം പക്ഷിസങ്കേതമാണ്. മംഗളവനം. അതെ, കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണത്. വെറും 2.74 ഹെക്ടർ സ്ഥലമേ ഉള്ളൂ. ഏകദേശം ഒരു 6.7 ഏക്കർ. അത്രയുള്ളൂ. അതെ, കണ്ടൽക്കാടുകൾ നിറഞ്ഞ ആ സ്ഥലത്തെ കൊച്ചിയുടെ ശ്വാസകോശമെന്നും പറയാറുണ്ട്. ഒരുപാട് ദേശാടന പക്ഷികളൊക്കെ അവിടെ വരാറുണ്ട്. കൊച്ചിയുടെ ശ്വാസകോശം, നഗരമധ്യത്തിലെ ഒരു പച്ചത്തുരത്ത്. കൊള്ളാം. അപ്പോ കേരളത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ
ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണം, സംസ്കാരം, പ്രധാന നേട്ടങ്ങൾ അങ്ങനെ പലതിലൂടെ നമ്മളിന്ന് കടന്നുപോയി. ഓരോ ചോദ്യവും ഉത്തരവും കേരളത്തിന്റെ ഓരോ തലം നമുക്ക് കാണിച്ചു തന്നു. തീർച്ചയായും. കെ.ആർ. ഗൗരിയമ്മയിൽ തുടങ്ങി മംഗളവനത്തിൽ അവസാനിച്ച ഈ യാത്രയിൽ കേരളത്തിന്റെ എത്രയെത്ര വ്യത്യസ്തമായ മുഖങ്ങളാണ് നമ്മൾ കണ്ടത്, അല്ലേ? നവോത്ഥാന മുന്നേറ്റങ്ങള്, ഭരണപരമായ മാറ്റങ്ങള്, പ്രകൃതിയുടെ പ്രത്യേകതകള്, സാംസ്കാരിക ചിഹ്നങ്ങള്, ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ കേരളം. അതെ, ഈ വിവരങ്ങളെല്ലാം ഒരുമിച്ച് കേൾക്കുമ്പോൾ കേരളത്തിന്റെ ആ ഒരു സമ്പന്നമായ ഭൂതകാലവും വർത്തമാനവും നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം കൂടി തരാം. ഇത്രയധികം പ്രാദേശികവും ചരിത്രപരവും സാംസ്കാരികവുമായ വ്യത്യാസങ്ങളും വൈവിധ്യങ്ങളുമെല്ലാം നമുക്കിടയിലുണ്ട്. എന്നിട്ടും എന്താണ് നമ്മളെ ഒരു കേരളീയൻ എന്ന ഒരു പൊതുവായ ഐഡന്റിറ്റിയിൽ ഒരുമിപ്പിക്കുന്നത്? അത് നമ്മുടെ ഭാഷ മാത്രമാണോ? അതോ ഈ നവോത്ഥാനം പോലുള്ള നമ്മൾ പങ്കുവച്ച ചരിത്രാനുഭവങ്ങളാണോ? അതോ നമ്മുടെ വിദ്യാഭ്യാസ രീതികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധതയോ? ഒരുപക്ഷെ ഇവയെല്ലാം ചേർന്നൊന്നായിരിക്കാം. ഇതിനെക്കുറിച്ച് നിങ്ങൾ തുടർന്നും ഒന്നാലോചിച്ചു നോക്കൂ. കൂടുതൽ അറിവുകളുമായി നമുക്ക് അടുത്ത തവണ കാണാം. നന്ദി.